ഇന്ന് ദിവസം 194. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഏശയ്യ അദ്ധ്യായം 5-6, തോബിത്ത് അദ്ധ്യായം 5-6, സുഭാഷിതങ്ങൾ അദ്ധ്യായം 10, 1 മുതൽ 4 വരെ വാക്യങ്ങൾ. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 5. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ്. എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിനു നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ അവനൊരു കാവൽമാടം പണിതു. മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. ജെറുസലേം നിവാസികളെ, യൂദായിൽ വസിക്കുന്നവരെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ എൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്, യൂദാ ജനമാണ്. അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി. നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു. ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം. ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി. അധർമ്മികൾക്ക് ദുരിതം. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടിനോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ താമസിച്ച് വസിക്കുന്നവർക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്യുന്നത് ഞാൻ കേട്ടു. അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും. മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. 10 ഏക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 ബത്ത് വീഞ്ഞും 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഫ ധാന്യവും മാത്രം വിളവ് ലഭിക്കും. ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടുവാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട്. എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്തരായി കഴിയുകയും ചെയ്യുന്നു. അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു. സീമാതീതമായി അത് വായ് പിളർന്നിരിക്കുന്നു. ജെറുസലേമിലെ കുലീനരും സാധാരണരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ പതിക്കുന്നു. മനുഷ്യന് തലകുനിക്കാനിട വന്നു. മർത്യർ അപമാനിതരായി, അഹങ്കാരികൾ ലജ്ജിതരായി. സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു. പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു. അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽ പുറങ്ങളിലെന്ന പോലെ അവിടെ മേഞ്ഞു നടക്കും. കൊഴുത്ത മൃഗങ്ങളും ആട്ടിൻകുട്ടികളും അവിടുത്തെ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ മേയും. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം. പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം. കർത്താവ് വേഗം തൻ്റെ പ്രവൃത്തി നിറവേറ്റട്ടെ. നമുക്ക് കാണാമല്ലോ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ ലക്ഷ്യം ആസന്നമാകട്ടെ. അത് നമുക്കറിയാമല്ലോ എന്ന് അവർ പറയുന്നു. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരുമായവർക്ക് ദുരിതം. കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ലുപോലെ അവരുടെ വേര് ജീർണിക്കും. അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നുപോകും. കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു. അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു. പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. അവരുടെ മൃതശരീരങ്ങൾ തെരുവീഥികളിൽ മാലിന്യം പോലെ കിടന്നു. എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരടയാളം കാണിക്കും.
ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും. ഇതാ, അതിവേഗം അവർ വരുന്നു. ആരും ക്ഷീണിച്ചിട്ടില്ല, ആരുടെയും കാലിടറുന്നില്ല. ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ആരുടെയും അരക്കച്ച അയഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല. അവരുടെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ്, അവരുടെ വില്ല് കുലച്ചിരിക്കുന്നു. അവരുടെ കുതിരകളുടെ കുളമ്പുകൾ തീക്കല്ല് പോലെയും അവരുടെ രഥചക്രങ്ങൾ ചുഴലിക്കാറ്റ് പോലെയുമാണ്. അവരുടെ ഗർജനം സിംഹത്തിൻ്റേതുപോലെയാണ്. സിംഹങ്ങളെപ്പോലെ അവർ അലറുന്നു. അവർ മുരളുകയും ഇരപിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആർക്കും രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അന്നവർ അതിനെ നോക്കി കടലിൻ്റെ ഇരമ്പൽ പോലെ മുരളും. ആരെങ്കിലും ദേശത്തേക്ക് നോക്കിയാൽ അവിടെ അന്ധകാരവും അസ്വസ്ഥതയുമായിരിക്കും. കാർമേഘങ്ങൾ പ്രകാശത്തെ വിഴുങ്ങിക്കളയും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 6. ഏശയ്യായുടെ ദൗത്യം. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടെ നിന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. കർത്താവേ, ഇതെത്ര നാളത്തേക്ക് എന്ന് ഞാൻ ചോദിച്ചു. അവിടെ അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾ പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നതുവരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ അതിൽ 1% അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. ടർപ്പൈൻ്റെ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിൻ്റെ കുറ്റി നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജമായിരിക്കും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 5. തോബിയാസിൻ്റെ സഹയാത്രികൻ. തോബിയാസ് പ്രതിവചിച്ചു, പിതാവേ, നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെയാ പണം കിട്ടും? തോബിത്ത് മകൻ്റെ കയ്യിൽ രേഖ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിന്നോടുകൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവന് കൂലി കൊടുത്തുകൊള്ളാം. പോയി ആ പണം വാങ്ങി വരിക. തോബിയാസ് ഒരാളെ അന്വേഷിച്ചു. റഫായേലിനെ കണ്ടുമുട്ടി. അവനൊരു ദൈവദൂതനായിരുന്നു. എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല. അവൻ ചോദിച്ചു, മേദിയായിലെ റാഗസിലേക്ക് എന്നോടുകൂടെ പോരാമോ? ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ? ദൂതൻ മറുപടി നൽകി, ഞാൻ നിന്നോടുകൂടെ വരാം. എനിക്ക് വഴി നല്ല പരിചയമുണ്ട്. മാത്രമല്ല, നമ്മുടെ സഹോദരൻ ഗബായലിനോടൊന്നിച്ച് ഞാൻ താമസിച്ചിട്ടുമുണ്ട്. തോബിയാസ് പറഞ്ഞു, ഇവിടെ നിൽക്കൂ, ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ട് വരാം. ദൂതൻ പറഞ്ഞു, പോവുക, താമസിക്കരുത്. തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു, എന്നോട് കൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. തോബിത്ത് പറഞ്ഞു, അവനെ എൻ്റെ അടുത്തേക്ക് വിളിക്കൂ. അവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോടുകൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ. തോബിയാസ് റഫായേലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ അകത്ത് പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. തോബിത്ത് ചോദിച്ചു, സഹോദര, നീ ഏത് ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണ്? പറയുക. അവൻ പറഞ്ഞു, നീ ഗോത്രവും കുടുംബവുമാണോ, അതോ നിന്റെ പുത്രനോടുകൂടെ പോകാൻ കൂലിക്ക് ഒരാളെയാണോ അന്വേഷിക്കുന്നത്?
തോബിത്ത് പറഞ്ഞു, സഹോദരാ, നിന്റെ ആളുകൾ ആരെന്നും നിന്റെ പേരെന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനനിയാസിൻ്റെ പുത്രൻ അസറിയാസാണ് ഞാൻ. തോബിത്ത് പറഞ്ഞു, സഹോദരാ, നിനക്ക് സ്വാഗതം. നിന്റെ ഗോത്രവും കുടുംബവും ആരാഞ്ഞതിൽ എന്നോട് കോപിക്കരുത്. നീ എൻ്റെ ചാർച്ചക്കാരനാണ്. ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട്. ആരാധിക്കാനും അജഗണത്തിലെ കടിഞ്ഞൂലുകൾ, വിളവുകൾ, ദശാംശവ എന്നിവ അർപ്പിക്കാനും ജെറുസലേമിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ഷെമയ്യായുടെ പുത്രന്മാരായ അനനിയാസും യാദാനുമായി ഞാൻ ഉറ്റബന്ധം പുലർത്തിയിരുന്നു. നമ്മുടെ ചാർച്ചക്കാരുടെ തെറ്റുകളിൽ അവർ ചരിച്ചില്ല. സഹോദര, നിനക്ക് ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട്. എന്ത് വേതനമാണ് ഞാൻ തരേണ്ടതെന്ന് പറയുക. ദിനം പ്രതി ഓരോ ദ്രഹ്മായും എൻ്റെ മകന് വരുന്നത്ര ചെലവും പോരെ. കൂടാതെ സസുഖം തിരിച്ചെത്തിയാൽ കൂടുതൽ തരികയും ചെയ്യാം. ഈ വ്യവസ്ഥകൾ അവർ സമ്മതിച്ചു. തുടർന്ന് തോബിത്ത് തോബിയാസിനോട് പറഞ്ഞു, ഒരുങ്ങിക്കൊള്ളൂ, നിങ്ങൾ ഇരുവർക്കും യാത്രാമംഗളങ്ങൾ. ഉടൻ പുത്രനെ യാത്രയാക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു. പിതാവ് അവനോട് പറഞ്ഞു, ഇവനോടുകൂടെ പോയിക്കൊള്ളുക. ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും. അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. അവർ ഉടനെ യാത്ര പുറപ്പെട്ടു. ആ യുവാവിൻ്റെ നായയും അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോബിത്തിനോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത്? നമുക്ക് അവൻ താങ്ങായിരുന്നില്ലേ? പണമല്ല പ്രധാനം, അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല. കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? തോബിത്ത് അവളോട് പറഞ്ഞു, സഹോദരി, നീ വിഷമിക്കരുത്. അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും. കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്തു പോകും. അവൻ്റെ യാത്ര മംഗളകരമായിരിക്കും. സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും. അവൾ കരച്ചിൽ നിർത്തി. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 6. മത്സ്യം. അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു. തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി. അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി. അത് അവനെ വിഴുങ്ങിക്കളയുമായിരുന്നു. മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു. അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു. ദൂതൻ പറഞ്ഞു, അതിനെ വെട്ടിപ്പിളർന്ന് അതിൻ്റെ ചങ്കും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അനന്തരം അവർ ആ മത്സ്യത്തെ പൊരിച്ചു തിന്നു. അവർ യാത്ര തുടർന്ന് എഗ്ബത്താനിക്ക് സമീപമെത്തി. തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരനായ അസറിയാസ്, മത്സ്യത്തിൻ്റെ ചങ്കും കരളും കയ്പും എന്തിനാണ്? അവൻ പറഞ്ഞു, ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി. അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല. തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ അത് മാറും. വിവാഹാലോചന. അവർ എഗ്ബത്താനയിലെത്താറായി. അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഇന്ന് നമുക്ക് റഘുവേലിനോടുകൂടെ താമസിക്കാം. അവൻ നിന്റെ ബന്ധുവാണ്. അവന് ഒരു മകളേ ഉള്ളൂ, സാറ. നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ്. അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ്. അവളാണെങ്കിൽ സുന്ദരിയും വിവേകമതിയുമാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം. റാഗസിൽ നിന്ന് തിരിച്ചെത്തിയാലുടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം. മോശയുടെ നിയമമനുസരിച്ച് റഘുവേൽ നിനക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്തു തരാവൂ. അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും. കാരണം മറ്റാരെയുംകാൾ നിനക്കാണ് അവളുടെ മേൽ അവകാശം. അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, ആ പെൺകുട്ടി 7 പേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണിയറയിൽ വെച്ച് മരിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏക മകനാണ്. മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെപ്പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പിശാച് അവളിൽ അനുരക്തനാണ്. അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ. ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിലാഴ്ത്തി കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടുന്നു. അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റു സന്താനങ്ങളില്ല. ദൂതൻ പ്രതിവചിച്ചു, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ? സഹോദര, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും. പിശാചിനെ പറ്റി നീ പേടിക്കേണ്ട. നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളുമിട്ട് പുകയ്ക്കുക. അതിൻ്റെ മണമേറ്റാലുടൻ പിശാച് ഓടിയകലും, പിന്നീട് ഒരിക്കലും വരികയില്ല. നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങളിരുവരും എഴുന്നേറ്റ് നിന്ന്
കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. നീ പേടിക്കേണ്ട. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും. അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും. നിനക്ക് അവളിൽ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോബിയാസ് ഇത് കേട്ട് അവളിൽ അനുരക്തനായി തീവ്രാഭിലാഷം പൂണ്ടു. സുഭാഷിതങ്ങൾ അധ്യായം 10 1 മുതൽ 4 വരെ വാക്യങ്ങൾ. സോളമൻ്റെ സുഭാഷിതങ്ങൾ. ജ്ഞാനിയായ മകൻ പിതാവിന് ആനന്ദമണയ്ക്കുന്നു. ഭോഷനായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും. അന്യായമായി നേടിയ ധനം ഉതകുകയില്ല. നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നീതിമാന്മാർ വിശപ്പനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല. ദുഷ്ടരുടെ അതിമോഹത്തെ അവിടുന്ന് നിഷ്ഫലമാക്കുന്നു. അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു. സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു.